എല്ലാവർക്കും നമസ്കാരം. ശ്ലോകം 43. ഉത്സന്നകുലധർമാണ മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമോ മാം. ജനാർദ്ദനം, ഹേ ജനാർദ്ദന, ഉത്സന്ന കുലധർമാണ, വേരറ്റ കുലാചാരങ്ങളോടുകൂടിയ മനുഷ്യാണ, മനുഷ്യർക്ക്, നരകേ, നരകത്തിൽ, നിയതം എന്നും, വാസഹ, വാഴ്ച, ഭവതി, ഭവിക്കുന്നു, ഇതി എന്ന് അനുശുശ്രുമ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് നിരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. ഭാവാർത്ഥം: സ്വാനുഭവത്തെ മുൻനിർത്തിക്കൊണ്ടല്ല, ആധികാരിക വചനങ്ങളെ പ്രമാണമാക്കിയാണ് അർജുനൻ വാദിക്കുന്നത്. അതാണ് ശരിയായ ജ്ഞാനം നേടാനുള്ള മാർഗം. ഏത് വിജ്ഞാന ശാഖയിലായാലും ശരി, അതിൽ നൈപുണ്യമാർജിച്ച ഒരാളുടെ സഹായമില്ലാതെ ആർക്കും അതിൻ്റെ അന്തഃസത്ത ഉൾക്കൊള്ളാൻ പറ്റില്ല. മരണത്തിനു മുമ്പ് പാപകർമ്മങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിശ്ചയമായും അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ വർണ്ണാശ്രമ ധർമ്മത്തിലുണ്ട്. നിരന്തരം ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രായശ്ചിത്തമെന്ന ഈ പ്രക്രിയ അനുഷ്ഠിക്കണം. അപ്രകാരം ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും പാപകർമ്മങ്ങൾ മൂലം ഉണ്ടായ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നതിനായി അയാൾ നരകങ്ങളിലേക്ക് തള്ളിമാറ്റപ്പെടും. ശ്ലോകം 44. അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യജ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. യാതൊന്നുകൊണ്ട് വയം ഞങ്ങൾ രാജ്യസുഖലോഭേന രാജ്യം വാഴുന്നതിലുള്ള സുഖം മോഹിച്ച് സ്വജനം ബന്ധുക്കളെ ഹന്തും കൊല്ലാൻ ഉദ്യമിക്കുന്നുവോ തത് അതുകൊണ്ട് മഹത് പാപം വലിയ പാപം കർത്തും ചെയ്യാൻ വ്യവസിതാഹ തുനിഞ്ഞവരാകുന്നു. അഹോ ആശ്ചര്യം, ബദ കഷ്ടം എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടത്. രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ. ഭാവാർത്ഥം: സ്വാർത്ഥമോഹത്താൽ സ്വന്തം അച്ഛനമ്മമാരെയോ സഹോദരന്മാരെയോ കൊന്നുകളയാൻ ഒരാൾ പ്രേരിതനായേക്കാം. അത്തരം പല സന്ദർഭങ്ങൾ ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അർജുനൻ സ്വാത്വികനായ ഒരു ഭക്തനാകയാൽ ധാർമ്മിക പ്രമാണങ്ങളെപ്പറ്റി എപ്പോഴും ബോധവാനാണ്. അതുകൊണ്ട് അധാർമിക കൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുന്നു. ശ്ലോകം 45. യദി മാമ പ്രതീകാരം അശസ്ത്രം ശസ്ത്രപ്രാണയഃ ധാർതരാഷ്ട്രാരണേ ഹന്യോഃ തന്മേ ക്ഷേമതരം ഭവേത്. അർത്ഥം: ശസ്ത്രപാണയഃ ആയുധമെടുത്ത, ധാർതരാഷ്ട്രാഃ ധൃതരാഷ്ട്രപുത്രന്മാർ, അശസ്ത്ര നിരായുധനായ, അപ്രതീകാരം പകരം വീട്ടാത്ത, മാം എന്നെ, രണേ യുദ്ധത്തിൽ, ഹന്യുഹു യദി കൊല്ലുമെങ്കിൽ, തത് അത്, മേ എനിക്ക്, ക്ഷേമതരം ഏറെ നല്ലത്, ഭവേത് ആയിത്തീരും. ധാർതരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം നിരായുധനായി പ്രതിരോധമൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വെക്കുകയാണ്. ഭാവാർത്ഥം: ക്ഷത്രിയരുടെ സമരമുറകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ് നിരായുധനും പൊരുതാൻ ഇഷ്ടപ്പെടാത്തവനുമായ എതിരാളിയെ ആക്രമിച്ചുകൂടാ എന്നത്. ഈ വിഷമഘട്ടത്തിൽ ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിച്ചാലും താൻ പൊരുതാൻ പോകുന്നില്ലെന്ന് അർജുനൻ തീരുമാനിക്കുന്നു. മറുകക്ഷി എത്രമാത്രം യുദ്ധോത്സുകനാണെന്ന് അദ്ദേഹം ആലോചിച്ചതേയില്ല. ഭഗവാന്റെ ഉത്തമ ഭക്തൻ എന്ന നിലയിൽ സ്വാഭാവികമായ മൃദുല ഹൃദയത്വത്തിൻ്റെ ലക്ഷണങ്ങളാണിതെല്ലാം. സഞ്ജയ ഉവാച. ശ്ലോകം 46. ഏവമുക്ത്വാർജുനഃ സംഖ്യേ രഥോപസ്ഥമുപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. അർത്ഥം: സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു. അർജുനൻ ഏവം മുക്ത്വ ഇങ്ങനെ പറഞ്ഞിട്ട്, ശോകസംവിഘ്നമാനസഃ ദുഃഖാക്രാന്ത ഹൃദയനായി, സശരം ശരത്തോടുകൂടിയ, ചാപം വില്ല്, വിസൃജ്യ ഉപേക്ഷിച്ചിട്ട്, സംഖ്യേ പോർക്കളത്തിൽ, രഥോപസ്ഥ തേരിൻ്റെ നടുവിൽ, ഉപാവിശത്ത് ഇരുന്നു. സഞ്ജയൻ പറഞ്ഞു. അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിലിരിപ്പായി. ഭാവാർത്ഥം:
ശത്രുപക്ഷത്തെ സൈന്യ സന്നാഹം നിരീക്ഷിക്കാനായി എഴുന്നേറ്റു നിന്ന അർജുനൻ അത്യന്തം ദുഃഖിതനായി തീർന്ന് അമ്പും വില്ലും ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇരിക്കുകയാണ്. ദയാലുവും മൃദുലഹൃദയനും ഭഗവത് സേവാനിരതനുമായ അദ്ദേഹം ആത്മജ്ഞാനത്തിന് അർഹൻ തന്നെ. കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു.